തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രമുഖരുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള മുന്നണികളുടെ ശ്രമത്തിനിടെ തൃശൂരിൽ വിവാദം. സുരേഷ് ഗോപിക്ക് വേണ്ടി കലാമണ്ഡലം ഗോപിയെ സ്വാധീനിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ടെന്ന് മകൻ രഘു വെളിപ്പെടുത്തി. ഇലക്ഷൻ കമ്മീഷൻ അംബാസിഡറായ ടൊവിനോയുടെ ചിത്രം വെച്ചുള്ള ഡിജിറ്റൽ പോസ്റ്റർ താരത്തിന്റെ അതൃപ്തിയെ തുടർന്ന് VS സുനിൽകുമാറിന് പിൻവലിക്കേണ്ടി വന്നു. വിശദീകരണവുമായി സ്ഥാനാർത്ഥികൾ രംഗത്തെത്തി. പൗരപ്രമുഖരെ ഒപ്പം നിർത്താൻ സ്ഥാനാർത്ഥികളുടെ നെട്ടോട്ടം. ഇതിനിടെയാണ് തൃശൂരിൽ 2 ഫേസ്ബുക്ക് പോസ്റ്റുകൾ ചർച്ചയായത്. സുരേഷ് ഗോപിക്ക് വേണ്ടി രംഗത്തിറങ്ങാൻ അടുത്ത ബന്ധമുള്ള ഡോക്ടർ കലാമണ്ഡലം ഗോപിയെ നിർബന്ധിച്ചെന്നും പത്മഭൂഷണൊക്കെ വേണ്ടേ എന്നായിരുന്നു പ്രലോഭനമെന്നും മകൻ രഘു ഫേസ്ബുക്കിൽ കുറിച്ചു. ആ ഗോപിയല്ല ഈ ഗോപിയെന്നും BJPക്കാരും കോൺഗ്രസും വോട്ട് ചോദിച്ചു വരേണ്ടതില്ലെന്നുമുള്ള കുറിപ്പ് ചർച്ചയായതോടെ രഘു പിൻവലിച്ചു. പ്രചാരണത്തിന്റെ ഭാഗമായി ആരെയൊക്കെ കാണണമെന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണെന്നും പാർട്ടി പറഞ്ഞാൽ ഗോപിയാശാനെ കാണുമെന്നും സുരേഷ് ഗോപി. എപ്പോൾ കണ്ടാലും ഒരു ഗുരുവിനെ കണ്ട് വണങ്ങുന്നത് പോലെ, തൊട്ട് വണങ്ങുന്നത് പോലെ വണങ്ങിയിട്ടുണ്ട്. ഇനിയും അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല ഇപ്പോഴും ഇത് അദ്ദേഹത്തിൻ്റെ മനസ്സാണോ, അദ്ദേഹം അറിയിച്ചതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാനത് അന്വേഷിക്കില്ല. കഴിഞ്ഞ ദിവസം ഷൂട്ടിംഗ് സെറ്റിലെത്തിയ ടൊവിനോ തോമസിനെ കണ്ട ശേഷമാണ് LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ ഇരുവരും ഒന്നിച്ചുള്ള ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ഇലക്ഷൻ കമ്മീഷന്റെ അംബാസിഡറായ തന്റെ ചിത്രം പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്ന് താരം അറിയിച്ചതോടെ പോസ്റ്റ് പിൻവലിച്ചു. തെരഞ്ഞെടുപ്പ് ചിഹ്നം ചിത്രത്തിൽ ഉൾപ്പെടുത്തിയതാണ് വിയോജിപ്പിന് കാരണമായതെന്ന് സുനിൽകുമാറിന്റെ വിശദീകരണം. ഫോട്ടോ നമ്മുടെ ആളുകളുടെ എടുത്തിട്ടപ്പോൾ ചിഹ്നടക്കമുള്ള ഫോട്ടോ ഇട്ടു, ഒരു പ്രചരണ ഫോട്ടോ പോലെ ഇട്ടു. അപ്പം ഞാനും ടോവിനും കൂടി ഒന്നിച്ചുള്ള ഫോട്ടോ ഇടുന്നതിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അത് അയാൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ബ്രാൻഡ് അംബാസിഡറാണെന്ന് നമുക്ക് അറിയേണ്ടിയിരുന്നില്ല. അപ്പോൾ ഞാൻ അപ്പം തന്നെ അത് നമ്മുടെ ആളുകളോട് നിർദ്ദേശം കൊടുത്തു, ഇടുന്നു പറഞ്ഞു. അത് പിൻവലിക്കുകയും ചെയ്തു. അതിൽ പ്രശ്നങ്ങളില്ല. ഇപ്പോൾ സുരേഷ് ഗോപിയെ വിമർശിച്ച CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, അല്ല, അവരൊക്കെ ശ്രമിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. ഓരോ വിഭാഗവും ഓരോരുത്തരെയും കണ്ട് അവരുടെ ഭാഗമാക്കി മാറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ആ ശ്രമം നടത്തിയാൽ ആ ശ്രമത്തിന് വിധേയപ്പെടുക എന്നുള്ളതാണല്ലോ പല സ്ഥലത്തും കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രം. അത് കേരളത്തിൽ അത്രത്തോളം ഇല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഗോപിയാശൻ്റെ മകൻ്റെ പോസ്റ്റിലൂടെ മനസ്സിലാകുന്നത്. സുരേഷ് ഗോപിക്കെതിരെ വ്യാജ വാർത്തകളുടെ കുത്തൊഴുക്കാണെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. ഇത്തരം പ്രചാരണങ്ങൾക്ക് നിമിഷങ്ങളുടെ ആയുസ് പോലുമില്ലെന്നും K സുരേന്ദ്രൻ പറഞ്ഞു. 24 തൃശൂർ. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്നാരോപിച്ച് തൃശൂരിലെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിനെതിരെ പരാതി. NDA തൃശൂർ ജില്ലാ കോർഡിനേറ്റർ കളക്ടർക്ക് പരാതി നൽകി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംബാസിഡറായ ടൊവിനോ തോമസിനൊപ്പമുള്ള ചിത്രങ്ങൾ പ്രചരിപ്പിച്ചത് ചട്ടലംഘനമാണെന്ന് പരാതിയിൽ പറയുന്നു. ആലത്തൂരിലെ LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് കലാമണ്ഡലം ഗോപി. കലാമണ്ഡലത്തിന് വേണ്ട എല്ലാ സഹായവും നൽകിയ മന്ത്രി ജനങ്ങളെ സഹായിക്കുന്ന ആളാണ്. K രാധാകൃഷ്ണന് ഉന്നത വിജയം നൽകണമെന്നും കലാമണ്ഡലം ഗോപി വീഡിയോയിലൂടെ അഭ്യർത്ഥിച്ചു. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ കലാമണ്ഡലം ഗോപി. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു അഭ്യർത്ഥനയായിട്ടാണ് ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി, ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണൻ ഇത്തവണ ലോകസഭയിലേക്ക് ആലത്തൂർ മണ്ഡപത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ജനങ്ങളോടുള്ള പെരുമാറ്റത്തിനെ സംബന്ധിച്ചും എനിക്ക് നല്ലപോലെ ബോധ്യമുണ്ട്. ആ ബോധ്യത്തിൻ്റെ പേരിലാണ് ഇത്രയും നിങ്ങളോട് ധൈര്യസമേതം വോട്ട് അപേക്ഷിക്കുക എന്ന പേരിൽ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള, വ്യക്തിപരമായി പറയാനുള്ള ഒരു കാര്യം. അത് സന്തോഷം. പ്രൈം ടൈം ന്യൂസിലേക്ക് തിരികെ. സ്വന്തം വീടിന്റെ മതിലിൽ പതിപ്പിച്ച BJP സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ ചാരി നിന്നതിന് വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. തിരുവനന്തപുരം കാലടിയിലാണ് സംഭവം. BJP കാലടി ഏരിയ വൈസ് പ്രസിഡന്റാണ് വിദ്യാർത്ഥിയെ മർദ്ദിച്ചത്. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. AV ജയശങ്കർ ചേരുന്നു വിവരങ്ങളുമായി. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ജയശങ്കർ, ആ ദൃശ്യങ്ങളിൽ നിന്ന് മർദ്ദനം വ്യക്തമാണ്. ഇതിൽ പരാതി എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ ജയശങ്കർ?
ഗോകുൽ, അതായത് ക്ഷമിക്കണം, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. അതായത് ഈ വിദ്യാർത്ഥി ഈ മതിലിൻ്റെ മുമ്പിൽ ഒട്ടിച്ച പോസ്റ്ററുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, ഈ നേതാവ് വീട്ടിൽ വന്ന് തർക്കമുണ്ടാക്കുന്നു. പിന്നാലെയാണ് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഒരു മർദ്ദനം സംഭവിക്കുന്നത്. ഇതിന് പിന്നാലെ ഇയാൾ ഈ കുട്ടിയെയും പിതാവിനെയും കൊല്ലുമെന്നുൾപ്പെടെയുള്ള തരത്തിലുള്ള ഭീഷണിപ്പെടുത്തലും നടത്തി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ BJP കേന്ദ്രങ്ങളിൽ നിന്നും മറ്റും പ്രതികരണം തേടിയിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ അവർ പ്രതികരിക്കാൻ തയ്യാറല്ല എന്ന ഒരു വിശദീകരണമാണ് നൽകുന്നത്. ഒപ്പം പ്രദേശത്തെ CPM നേതൃത്വത്തിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കടുത്ത അതൃപ്തി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇലക്ഷൻ സമയമാണ്, നിരവധി പോസ്റ്ററുകൾ ഒരുപാട് സ്ഥലങ്ങളിലെല്ലാം ഇത്തരത്തിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഈ പോസ്റ്ററുകളിലെല്ലാം ഇങ്ങനെ നിൽക്കുന്ന ആളുകളെ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ ചുമതലയുള്ള ആളുകൾ കൈകാര്യം ചെയ്യുന്നത് ശരിയാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട കുടുംബം ഇതുവരെ പോലീസിൽ പരാതി നൽകിയിട്ടില്ല. പക്ഷേ പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പ്രായപൂർത്തിയാവാത്ത ഒരു കുട്ടിയാണ്, 14 വയസ്സുകാരനെയാണ് ഇത്തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു BJPയുടെ നേതാവ് രാജീവ് ചന്ദ്രശേഖർ MPയുടെ പോസ്റ്ററിൽ ചാരി നിന്നതിന്റെ പേരിൽ മർദ്ദിക്കുന്നത്. ശരി, AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന്. ദക്ഷിണേന്ത്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രചാരണത്തിനിറക്കി BJP. ഇന്ന് 3 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ മോദി പങ്കെടുത്തു. വൈകിട്ട് കോയമ്പത്തൂരിൽ റോഡ് ഷോയിലും പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. ദക്ഷിണേന്ത്യ പിടിക്കാൻ BJP പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെയാണ് കളത്തിലിറക്കിയിട്ടുള്ളത്. മോദി പ്രഭാവത്തിൽ ദക്ഷിണേന്ത്യയിൽ നിന്നും പരമാവധി സീറ്റുകൾ നേടുകയാണ് ലക്ഷ്യം. ഇന്ന് തെലങ്കാന, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലാണ് മോദി എത്തിയത്. നാളെ പാലക്കാട്ടും സേലത്തും തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ നരേന്ദ്രമോദി പങ്കെടുക്കും. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലെത്തിയ പ്രധാനമന്ത്രി മേട്ടുപ്പാളയം റോഡ് മുതൽ RS പുരം വരെ റോഡ് ഷോ നടത്തി. തുടർന്ന് RS പുരത്ത് 1998 സ്ഫോടനത്തിൽ മരിച്ചവരുടെ സ്മാരകത്തിൽ പുഷ്പാർച്ചനയും നടത്തി. അതിനിടെ പാട്ടാളി മക്കൾ കക്ഷി NDA സഖ്യത്തിനൊപ്പം ചേർന്നു. നാളെ സേലത്ത് വെച്ച് PMK നേതാക്കൾ പ്രധാനമന്ത്രിയെ കാണും. നരേന്ദ്രമോദിയുടെ കേരളത്തിലെ ആദ്യ റോഡ് ഷോ നാളെ പാലക്കാട്ട് നടക്കും. 24 ചെന്നൈ. BJP ബന്ധത്തിന്റെ പേരിൽ LDF UDF വാക്പോര് തുടരുന്നു. BJPയെ പുകഴ്ത്തി പറയാൻ EP ജയരാജനെ ചുമതലപ്പെടുത്തിയത് മുഖ്യമന്ത്രിയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. BJP ജയിച്ചാൽ സന്തോഷിക്കുന്ന പാർട്ടിയായി CPIM മാറിയെന്ന് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. കാസർഗോഡ് UDF BJPയുമായി ഒത്തുകളിക്കുകയാണെന്ന് CPIM ആരോപിച്ചു. സർവം ഒത്തുകളിയെന്ന് പരസ്പരമുള്ള ആരോപണം. BJP സ്ഥാനാർത്ഥികൾ മികച്ചവരെന്ന് EP പറഞ്ഞത് ആവർത്തിച്ചുന്നയിക്കുകയാണ് കോൺഗ്രസ്. കേരളത്തിൽ മാത്രമുള്ള CPIM BJPയെ താഴെയിറക്കുന്നത് എങ്ങനെയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശിന്റെ പരിഹാസം. വിരൽ എണ്ണിക്കാവുന്ന സ്ഥലത്തല്ലേ മത്സരിക്കുന്നുള്ളൂ. ബംഗാളിലൊക്കെ മത്സരിച്ചിട്ട് വല്ല കാര്യമുണ്ട്. 4ാമത്തെ 5ാമത്തെ സ്ഥാനത്താണ് മത്സരിച്ചിട്ട്. ആകെ എത്ര സ്ഥലത്തും മത്സരിക്കുന്നുണ്ട്. അത് ഇവരെയാണോ നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ പോകുന്നത്? ചുമ്മാ വെറുതെ പറയാം. EPയുടെ പ്രസ്താവനയിലൂടെ CPIMന്റെ ഉദ്ദേശം വ്യക്തമായെന്ന് രമേശ് ചെന്നിത്തല. LDF കൺവീനർ EP ജയരാജന്റെ പ്രസ്താവന ലാഘവത്തോടെ കാണാൻ കഴിയില്ല. മുഖ്യമന്ത്രി ഇതുവരെ അതിനെപ്പറ്റി തള്ളി പറഞ്ഞിട്ടില്ല. പാർട്ടി സെക്രട്ടറി തള്ളി പറഞ്ഞിട്ടില്ല. വടകരയിൽ CPIM BJP പരസ്യധാരണയെന്ന് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ആരോപിച്ചു. മോദിയെ വിമർശിക്കാൻ പിണറായി വിജയന് പേടിയാണെന്ന് KC വേണുഗോപാൽ. പിണറായി ഒരു വരി മോഡിയെക്കുറിച്ച് മിണ്ടുന്നുണ്ടാ? ഞാൻ കേട്ടു ഞാൻ ഇവിടെ വന്ന് മുഴുവൻ രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറയാണത്. എന്താ മോഡിക്കെതിരെ പറയാത്തത്? ആ പറയാൻ ധൈര്യം കാണിക്കുന്ന ആരാണ് ഇന്ത്യയിൽ? രാഹുൽ ഗാന്ധി. കാസർഗോഡ് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ BJPയുമായി നീക്കുപോക്കിന് ശ്രമിക്കുകയാണെന്ന് CPIM ആക്ടിംഗ് ജില്ലാ സെക്രട്ടറിയും MLAയുമായ CH കുഞ്ഞമ്പു ആരോപിച്ചു. ചെറിയ തോതിലൊന്നും അഡ്ജസ്റ്റ്മെന്റ് ആയാലും ഒരു കാര്യമൊന്നുമില്ല. അല്ലാതെ ഉണ്ണിത്താനെ ജയിപ്പിക്കാൻ വേണ്ടി BJP വല്ലാണ്ട് വേർക്കുമോന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ കാലത്ത്. BJPയുടെ ജനവിരുദ്ധ നയങ്ങളെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും വെള്ളപൂശുന്നുവെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് കുറ്റപ്പെടുത്തി. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. വേനലിൽ ആശ്വാസമായ മഴ. ആലപ്പുഴ കായംകുളത്താണ് ശക്തമായ മഴ പെയ്യുന്നത്. 1 മണിക്കൂറായി മഴ തുടരുന്നു. അതേസമയം സംസ്ഥാന മഴ മുന്നറിയിപ്പിൽ മാറ്റം. 3 ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലാണ് മുന്നറിയിപ്പ്. മനീഷ് മഹിബാൽ ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നുണ്ട്. മനീഷ്, ഈ ആലപ്പുഴ ജില്ലയിൽ കായംകുളത്ത് മാത്രമാണോ ഈ മഴയുള്ളത്?
നിലവിൽ ഉന്മേഷ് കായംകുളത്ത് മാത്രമാണ് മഴ. ആളുകൾ ഈ വേനലിൽ വലിയ രീതിയിൽ വെന്തുരുകുമ്പോഴാണ് ആശ്വാസമായി വേനൽ മഴ എത്തുന്നത്. എന്താണെങ്കിലും ഒരുപാട് ആളുകൾ നല്ല തിമിർത്ത മഴ എന്ന് തന്നെ പറയേണ്ടി വരും. 9:30 മുതലാണ് മഴ ആരംഭിച്ചത്. 9:30 മുതൽ 10:30 വരെ ഈ ആലപ്പുഴയിലെ കായംകുളം നഗരത്തിൽ, പ്രത്യേകിച്ച് പത്തിയൂർ, ONK ജംഗ്ഷൻ, എരുവ തുടങ്ങിയ പ്രദേശങ്ങളിൽ, അതായത് നഗരങ്ങളും നഗരത്തിനടുത്ത് തൊട്ടടുത്തിരിക്കുന്ന മേഖലകളിൽ 1 മണിക്കൂർ 9:30 മുതൽ 10:30 വരെ തിമിർത്ത് മഴ പെയ്തു. അവിടെ മഴ കാണാൻ തന്നെ ഒരുപാട് ആളുകൾ അവിടേക്ക് എത്തി. 1 മണിക്കൂർ സമയം കൊണ്ട് മഴ പെയ്യുന്ന വിവരങ്ങൾ പലരും സമൂഹ മാധ്യമങ്ങളിലടക്കം പങ്കുവെച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് പേർ മഴ കാണാൻ വരെ എത്തി. പിന്നീട് 10:30യോടുകൂടി മഴയ്ക്ക് ചെറിയ രീതിയിൽ ശക്തി കുറഞ്ഞു. പക്ഷേ ഇപ്പോഴും ചാറ്റൽ മഴയുണ്ട്. മഴ തുടരുന്നുവെന്നാണ് നമുക്ക് അവിടെ നിന്നും കിട്ടുന്ന വിവരം. ഒപ്പം തന്നെ മഴ മുന്നറിയിപ്പിലും മാറ്റമുണ്ട്. ആലപ്പുഴ അടക്കം കൊല്ലം, പത്തനംതിട്ട 3 ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നുള്ള മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ആലപ്പുഴ കായംകുളത്താണ് ശക്തമായ മഴയുണ്ടായത്. ഇപ്പോഴും ചാറ്റൽ മഴ തുടരുന്നുവെന്നാണ് മനീഷ് മഹിബാൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും വ്യാഴാഴ്ചയ്ക്കകം വെളിപ്പെടുത്തണമെന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്ക് സുപ്രീം കോടതിയുടെ അന്ത്യശാസനം. എല്ലാ കാര്യങ്ങളും പുറത്തുവിട്ട ശേഷം സത്യവാങ്മൂലം നൽകണം. കേസ് പരിഗണിക്കവെ ഇന്നും SBIക്കെതിരെ രൂക്ഷ വിമർശനമാണ് സുപ്രീം കോടതി ഉന്നയിച്ചത്. കോടതി വിധി തൽപര കക്ഷികൾ ദുരുപയോഗം ചെയ്യുകയാണെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പരാതിപ്പെട്ടു. വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിലെ സാങ്കേതികതയാണ് ഇന്നും SBI ഉന്നയിച്ചത്. ആൽഫ ന്യൂമറിക് നമ്പരും സീരിയൽ നമ്പരും അടക്കം വെളിപ്പെടുത്തുന്നത് പ്രസക്തമല്ലെന്നായിരുന്നു SBI വാദം. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച് SBI വാദങ്ങളെ ഇന്നും രൂക്ഷമായി വിമർശിച്ചു. ഭരണഘടനാ ബെഞ്ചിന്റെ ഉത്തരവിലെ നിർദ്ദേശങ്ങളാണ് പൂർണ്ണമായും പാലിക്കപ്പെടാത്തത്. ഓരോ തവണയും വ്യത്യസ്ത ഘടകങ്ങൾ പരസ്യപ്പെടുത്താൻ നിർദ്ദേശിക്കേണ്ടതായി വരുന്നു. പ്രത്യേകം ഉത്തരവുകൾ ആവർത്തിച്ച് നൽകണമെന്നത് ഒട്ടും ഉചിതമല്ല. സുപ്രീം കോടതി ഉത്തരവ് പാലിക്കാൻ SBI ചെയർമാൻ ബാധ്യസ്ഥനാണ്. ആൽഫ ന്യൂമറിക് നമ്പർ, സീരിയൽ നമ്പർ ഉൾപ്പെടെ എല്ലാ വിവരങ്ങളും പ്രസിദ്ധീകരിക്കണം. വ്യാഴാഴ്ചയ്ക്ക് മുമ്പ് ഇത് പാലിച്ച് സത്യവാങ്മൂലം സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചു. ഇലക്ട്രൽ ബോണ്ട് വിധി വേട്ടയാടാൻ ഉപയോഗിക്കുന്നതായി കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. ഹർജിക്കാർ മാധ്യമങ്ങൾ വഴി വിധിയെ വേട്ടയാടലിനുള്ള ആയുധമാക്കുകയാണെന്നായിരുന്നു സോളിസിറ്റർ ജനറലിന്റെ ആരോപണം. ആരെയും വേട്ടയാടാനല്ല, ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയും ഭരണഘടനാ താൽപര്യങ്ങളും സംരക്ഷിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. ബോണ്ടുകളുടെ സീരിയൽ നമ്പർ വെളിപ്പെടുത്താനുള്ള നിർദ്ദേശത്തിനെതിരെ വ്യവസായികളുടെ കൂട്ടായ്മ ഇടപെടാൻ നടത്തിയ നീക്കം വ്യക്തമായ അപേക്ഷകൾ സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ സുപ്രീം കോടതി അംഗീകരിച്ചില്ല. R. രാധാകൃഷ്ണൻ, 24, ഡൽഹി. പേരാമ്പ്ര അനു കൊലക്കേസിലെ പ്രതി മുജീബിന് വധശിക്ഷ നൽകണമെന്ന് ഇയാൾ 1-ാം പ്രതിയായ ബലാത്സംഗ കേസിലെ അതിജീവിത. അതിക്രൂരമായി തന്നെ പീഡിപ്പിച്ചയാൾക്ക് ശിക്ഷ ലഭിച്ചിരുന്നുവെങ്കിൽ മറ്റൊരു യുവതിക്ക് ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നുവെന്നും അതിജീവിത പറഞ്ഞു. അനു കൊലക്കേസിൽ മുജീബിനെ പോലീസ് പിടികൂടുന്ന ദൃശ്യങ്ങൾ ഇതിനിടെ പുറത്തുവന്നു. ബലാത്സംഗ കേസിൽ മുജീബിന്റെ ജാമ്യം റദ്ദാക്കാൻ പോലീസ് കോടതിയിൽ ആവശ്യപ്പെടും. 2020 കോഴിക്കോട് മുത്തേരിയിൽ വയോധികയെ കൈകാലുകൾ കെട്ടിയിട്ട് ബലാത്സംഗം ചെയ്ത ശേഷം കവർച്ച നടത്തിയ കേസിൽ 1-ാം പ്രതിയാണ് മുജീബ്. അന്ന് മുജീബ് ശിക്ഷിക്കപ്പെട്ടിരുന്നുവെങ്കിൽ പേരാമ്പ്രയിലെ അനുവിന് ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നുവെന്ന് അതിജീവിത പറയുന്നു. ഇങ്ങനെയൊക്കെയും ചെയ്യുകയും ചെയ്ത് ഓനെ പിന്നെ ജാമ്യത്തിൽ വിട്ടിട്ടല്ലേ ഇവന് പിന്നെയും പോയി ഇന്നലെപ്പോൾ പിന്നെയും കൊല്ലാനുണ്ടായത്. ഇന്നിപ്പോൾ അത് ചെയ്ത് വെച്ച് നാളെ ഓന് മറ്റൊരു വന്ന് ജാമ്യം ചോദിച്ചാൽ കോടതി വിടൂലേ? ഇവനെ ഇനി വെച്ചേക്കരുത്. വെച്ചാൽ അവൻ നാളെ പിറ്റേന്നു പെൺകുട്ടികളെ, തള്ളമാരെ, അമ്മമാരെ എല്ലാവരെയും ഓൻ ചെയ്യാൻ പോകുന്നതാണ്. ഇനി ഓനെ വെച്ചേക്കരുത്. കൊടും കുറ്റവാളിയായ മുജീബ് മറ്റൊരു കേസിൽ ജാമ്യത്തിലിറങ്ങിയത് ജനുവരി 21-ന്. ആഴ്ചകൾക്കുള്ളിലാണ് പേരാമ്പ്രയിൽ കവർച്ചയ്ക്കിടെ അനു എന്ന യുവതിയെ മുജീബ് ക്രൂരമായി കൊലപ്പെടുത്തിയത്. 100-ലധികം CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തി. ഒടുവിൽ കൊണ്ടോട്ടിയിലെ ഒളിസങ്കേതം പോലീസ് കണ്ടെത്തി. വീട് വളഞ്ഞ പോലീസ് സാഹസികമായാണ് മുജീബിനെ കീഴ്പ്പെടുത്തിയത്. ഓട് പൊളിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച മുജീബ് പോലീസ് ഉദ്യോഗസ്ഥനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തു. 24 കോഴിക്കോട്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധ കേസുകൾ പിൻവലിക്കാൻ തിരക്കിട്ട നീക്കവുമായി സർക്കാർ. നടപടികൾ പൂർത്തിയായി ഉറപ്പാക്കണമെന്ന് ചൂണ്ടിക്കാട്ടി ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കി. കേസുകൾ പിൻവലിക്കാത്തത് പ്രതിപക്ഷം ആയുധമാക്കിയതിന് പിന്നാലെയാണ് സർക്കാരിന്റെ തിരക്കിട്ട നടപടി. പൗരത്വ നിയമം നടപ്പിലാക്കില്ലെന്ന് നിലപാടെടുത്ത സർക്കാർ പ്രതിഷേധക്കാർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കാത്തത് ഇരട്ടത്താപ്പെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ വിമർശനം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പ്രതിപക്ഷം ഇത് ആയുധമാക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത കൂടുതൽ കേസുകൾ പിൻവലിക്കാൻ ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശം നൽകി സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയത്. ആഭ്യന്തര സെക്രട്ടറി പുറപ്പെടുവിച്ച ഉത്തരവിൽ നേരത്തെ പിൻവലിക്കാൻ ഉത്തരവിട്ട കേസുകളുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ കോടതിയിൽ എത്തിയോ എന്ന് ഉറപ്പാക്കാനും നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത്
സംസ്ഥാനത്ത് CAA വിരുദ്ധ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ആകെ 835 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ബഹുജന പ്രക്ഷോഭത്തിനും CPIM തീരുമാനിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. പൊതുതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉദ്യോഗസ്ഥ തലത്തിൽ അഴിച്ചുപണിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 6 സംസ്ഥാനങ്ങളിലെ ആഭ്യന്തര സെക്രട്ടറിമാരെ മാറ്റാൻ ഉത്തരവിട്ടു. പശ്ചിമബംഗാളിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ വിശ്വസ്തനായ DGP രാജീവ് കുമാറിനെ മാറ്റി. വിവേക് സഹായാണ് പശ്ചിമബംഗാളിന്റെ പുതിയ പോലീസ് മേധാവി. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. പശ്ചിമബംഗാളിലെ നിലവിലുള്ള സാഹചര്യം സംഘർഷഭരിതമാണെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലയിരുത്തൽ. അവിടെ വിന്യസിക്കുന്ന കേന്ദ്രസേനയുമായി ചേർന്ന് സംസ്ഥാന പോലീസിന്റെ പ്രവർത്തനം തെരഞ്ഞെടുപ്പ് കാലത്ത് ആക്ഷേപമുക്തമാക്കുക എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ലക്ഷ്യം. മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ വിശ്വസ്തനായ രാജീവ് കുമാറിന് പകരം അദ്ദേഹത്തിന്റെ തൊട്ടു ജൂനിയറായ ഉദ്യോഗസ്ഥൻ DGP പദവി വഹിക്കും. ഇക്കാര്യം വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവും പുറപ്പെടുവിച്ചു. ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ആഭ്യന്തര സെക്രട്ടറിമാർക്കും സ്ഥാനം നഷ്ടമായി. 6 സംസ്ഥാനങ്ങളിലെ ആഭ്യന്തര സെക്രട്ടറിമാരോടും സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് അവർ ഉച്ചയോടുകൂടി കൈപ്പറ്റി. കൂടാതെ ഉത്തരാഖണ്ഡ്, ഹിമാചൽ സംസ്ഥാനങ്ങളിലെ പൊതുഭരണ സെക്രട്ടറിമാർക്കും സ്ഥാനം നഷ്ടമായി. വരും ദിവസങ്ങളിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾ ഉണ്ടാകും. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. ഫ്രണ്ട് ന്യൂസിലേക്ക് തിരികെ. കേരള ഹൈക്കോടതിയിലെ ജഡ്ജി ജസ്റ്റിസ് അനു ശിവരാമൻ കർണാടക ഹൈക്കോടതിയിലേക്ക്. അനു ശിവരാമനെ സ്ഥലം മാറ്റാനുള്ള സുപ്രീം കോടതി കൊളീജിയം ശുപാർശയ്ക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, വിവരങ്ങൾ. ഉന്മേഷ്, ഈ കഴിഞ്ഞ വർഷം ഒക്ടോബറിലായിരുന്നു ജസ്റ്റിസ് അനു ശിവരാമൻ ആ ഒരു ആവശ്യം അറിയിച്ചത്. അതായത് കർണാടക ഹൈക്കോടതിയിലേക്ക് ഒരു സ്ഥാനമാറ്റം നൽകണമെന്നുള്ളത്. അതിന്റെ ശുപാർശ, ആ സ്ഥലം മാറ്റത്തിനുള്ള ശുപാർശയാണ് കൊളീജിയം ശുപാർശ നൽകുകയായിരുന്നു. ആ ശുപാർശയ്ക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഇന്നാണ് ആ അംഗീകാരം നൽകിയത്. സുപ്രീം കോടതിയുടെ കൊളീജിയം ശുപാർശയ്ക്കാണ് കേന്ദ്ര അംഗീകാരം ലഭിച്ചത്. നിലവിൽ കേരള ഹൈക്കോടതിയുടെ ജസ്റ്റിസാണ് അനു ശിവരാമൻ. എന്തായാലും നിലവിൽ കർണാടക ഹൈക്കോടതിയിലേക്കുള്ള സ്ഥലം മാറ്റത്തിനുള്ള അംഗീകാരം കൂടി ലഭിച്ചിരിക്കുന്നു. ഉമേഷ്. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന്. മുംബൈയിലെ ശിവാജി പാർക്കിൽ രാഹുൽ ഗാന്ധി നടത്തിയ ശക്തി പരാമർശം വിവാദമാക്കി BJP. രാജ്യത്തെ നാരീശക്തിക്കെതിരെ ഇന്ത്യ മുന്നണി പോരാട്ടം പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നും അതിനെ പ്രതിരോധിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. താൻ പറഞ്ഞ സത്യത്തെ വളച്ചൊടിക്കുകയാണ് എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. हिंदू धर्म में शक्ति शब्द होता है. हम शक्ति से लड़ रहे हैं, एक शक्ति से लड़ रहे हैं. अब सवाल उठता है वो शक्ति क्या है. जैसे किसी ने यहाँ कहा राजा की आत्मा EVM में है. ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ സമാപനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നണി നേതാക്കളെ അണിനിരത്തി രാഹുൽ നടത്തിയ ഈ പ്രസംഗമാണ് വിവാദത്തിന് തുടക്കം. EVM-നെയും ED-യും CBI-യും അടക്കം കേന്ദ്ര ഏജൻസികളെയും മോദി സർക്കാർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള വിമർശനമായിരുന്നു രാഹുലിൻ്റേത്. എന്നാൽ തെലങ്കാനയിലെ റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതേ ശക്തി പരാമർശത്തെ തിരിച്ചു പ്രയോഗിച്ചു. അമ്മ പെങ്ങന്മാരും പെൺമക്കളുമാണ് തനിക്ക് ശക്തി. നാരീ ശക്തിക്കെതിരെയുള്ള വെല്ലുവിളി ഏറ്റെടുക്കുന്നതായി മോദി പറഞ്ഞു. इंडी अलायंस के लोग अब इसी शक्ति को कुचलना चाहते हैं, तबाह करना चाहते हैं, समाप्त करना चाहते हैं. इन्हें मां भारती की बढ़ती हुई शक्ति से नफरत हो रही है. സനാതനധർമ്മത്തെ ഉദയനിധി സ്റ്റാലിൻ അപമാനിച്ചതുപോലെ രാഹുൽ ഹിന്ദുത്വത്തെ അപമാനിക്കുകയാണെന്ന് വിവാദമുയർത്തി കൂടുതൽ BJP നേതാക്കളും രംഗത്തെത്തി. വിവാദം കനത്തതോടെ രാഹുൽ X പ്ലാറ്റ്ഫോമിൽ മറുപടി കുറിച്ചു. തന്റെ വാക്കുകളെ വളച്ചൊടുക്കുകയാണെന്നും താൻ പറഞ്ഞത് സത്യമാണെന്ന് മോദിക്കും അറിയാമെന്നും രാഹുൽ എഴുതി. താൻ ശക്തി എന്ന് വിശേഷിപ്പിച്ചത് മോദിയുടെ മുഖംമൂടിയാണ്. മോദി അനീതിയുടെയും അസത്യത്തിന്റെയും ശക്തിയാണെന്നും രാഹുൽ കുറിച്ചു. ഇപ്പോൾ നാരി ശക്തിയെക്കുറിച്ച് പറയുന്ന BJP രാജ്യത്ത് സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടപ്പോൾ ശക്തിയെക്കുറിച്ച് ഓർത്തില്ലേ എന്ന് കോൺഗ്രസ് നേതാവ് പവൻ ഖേരയും ചോദിച്ചു. RJDയും ആപ്പുമടക്കം പാർട്ടികൾ വിവാദത്തിൽ രാഹുലിന് പിന്തുണ നൽകുകയാണ്. 24 മുംബൈ. കർണാടക BJP-യിൽ പ്രതിസന്ധി രൂക്ഷമാകുന്നു. മുൻ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായിരുന്ന സദാനന്ദ ഗൌഡയും BJP വിട്ടേക്കുമെന്ന സൂചന. കോൺഗ്രസുമായി സദാനന്ദ ഗൌഡ ചർച്ച നടത്തി. തമിഴ്നാട്ടിൽ കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ധാരണയായി. CPI MDMK സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അതിനിടെ തെലങ്കാന പുതുച്ചേരി ഗവർണറായ ഡോക്ടർ തമിഴിസൈ സൗന്ദരരാജൻ സ്ഥാനം രാജിവെച്ചു. തമിഴ്നാട്ടിൽ മത്സരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. സദാനന്ദ ഗൌഡയുടെ സിറ്റിംഗ് മണ്ഡലമായ ബംഗളൂരു നോർത്തിൽ കേന്ദ്ര സഹമന്ത്രി ശോഭാ കരന്തലജയ്ക്കാണ് BJP ടിക്കറ്റ് നൽകിയത്. ഇതോടെയാണ് സദാനന്ദ ഗൌഡ നേതൃത്വവുമായി പിണങ്ങിയത്. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറുമായി ഗൌഡ ചർച്ച നടത്തിയിട്ടുണ്ട്. മൈസൂർ സീറ്റിൽ കോൺഗ്രസ് ടിക്കറ്റിൽ
സദാനന്ദ ഗൌഡ മത്സരിക്കുമെന്നാണ് സൂചന. ഇന്ന് ശിവമോഗയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണില്ലെന്ന് ഈശ്വരപ്പ പറഞ്ഞു. മുൻ മുഖ്യമന്ത്രി BS യെദ്യൂരപ്പയുടെ മകൻ BY രാഘവേന്ദ്ര ജനവിധി തേടുന്ന മണ്ഡലമാണ് ശിവമോഗ. തമിഴ്നാട്ടിൽ കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ധാരണയായി. പുതുച്ചേരി ഉൾപ്പെടെ 10 മണ്ഡലങ്ങളിലാണ് കോൺഗ്രസ് മത്സരിക്കുക. തിരുച്ചിറപ്പള്ളിയിൽ MDMK അധ്യക്ഷൻ വൈക്കോയുടെ മകൻ ദുരൈ വൈക്കോയാണ് സ്ഥാനാർത്ഥി. CPIയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. തിരുപ്പൂരിൽ നിലവിലെ MP K സുബ്ബരായനും നാഗപട്ടണത്ത് V ശെൽവരാജുമാണ് സ്ഥാനാർത്ഥികൾ. തെലങ്കാനയുടെയും പുതുച്ചേരിയുടെയും ഗവർണറായ തമിഴിസൈ സൗന്ദരരാജൻ സ്ഥാനം രാജിവെച്ച് സജീവ രാഷ്ട്രീയത്തിലിറങ്ങാൻ തീരുമാനിച്ചു. രാജിക്കത്ത് രാഷ്ട്രപതിക്ക് സമർപ്പിച്ചു. തമിഴ്നാട്ടിൽ നിന്നും ജനവിധി തേടുമെന്നാണ് സൂചന. 24 ചെന്നൈ. കോഴിക്കോട് പന്തിരിക്കരയിൽ പുലി ഇറങ്ങിയതായി സംശയം. പുലിയെ കണ്ടു എന്ന് നാട്ടുകാർ അറിയിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് പരിശോധന നടത്തി. ഈ പ്രദേശമാകെ പരിശോധിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുവരെ നമുക്ക് ആ വന്യജീവിയെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ പരിശോധന തുടരുകയാണ്. ഇവിടെ പുലി കണ്ടു എന്നുള്ള രൂപത്തിലുള്ള വ്യാപകമായ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അത് കേട്ട് ആളുകളാകെ ഭയപ്പെടേണ്ടതില്ല. മറിച്ച് നല്ല ജാഗ്രതയും ശ്രദ്ധയും ഉണ്ടായാൽ മതി. അരുൺ പൂപ്പറമ്പയുണ്ട് കോഴിക്കോട്. അരുൺ, ഇപ്പോൾ എന്താണ് വനംവകുപ്പ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്ന കാര്യങ്ങൾ? ഉന്മേഷ്, ഇന്ന് വൈകിട്ടോടെ പന്തീരക്കര സ്വദേശിയായിട്ടുള്ള ബാലൻ എന്ന് പറയുന്ന ആളുടെ വീടിന് സമീപത്ത് വെച്ചാണ് ഈ പുലിയെ ആദ്യമായി കാണുന്നത്. ഈ ബാലന്റെ ഭാര്യയാണ് പുലിയെ കണ്ടു എന്ന കാര്യം പറയുന്നത്. പിന്നീട് അതിന് സമീപത്ത് ആ പ്രദേശത്ത് വെച്ച് തന്നെ മറ്റു ചിലരും ഇതേ സമാനമായി പുലിയെ കണ്ടു എന്ന തരത്തിൽ വനം വകുപ്പിനെ വിവരം അറിയിക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആ പ്രദേശത്തെത്തി പരിശോധന തെരച്ചിൽ നടത്തിയത്. പഞ്ചായത്ത് അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വന്യജീവി ശല്യം ഉള്ളൊരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തിൽ തന്നെയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തുന്നത്. നിലവിൽ അവരുടെ പരിശോധനയിൽ പുലിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്നാൽ നാളെയും ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നാളെയും തെരച്ചിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പാലക്കാട് മണ്ണാർക്കാട് രാജവെമ്പാലയെ പിടികൂടി. വീടിനുള്ളിൽ കണ്ടെത്തിയ രാജവെമ്പാലയെ ദ്രുതപ്രതികരണ സേനയെത്തിയാണ് പിടികൂടിയത്. പുറ്റാനിക്കാട് സ്വദേശി ഹംസ മുസ്ലിയാരുടെ വീട്ടിലാണ് രാജവെമ്പാല എത്തിയത്. ആ ദൃശ്യങ്ങളിലേക്ക്. മൂന്നാറിലെ കാട്ടാന പടയപ്പയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ ആലോചന എന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ. മൂന്നാറിലെ ജനവാസ മേഖലയിൽ കാട്ടാന തുടർച്ചയായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് നീക്കം. മാട്ടുപ്പെട്ടി നെട്രിക്കുടിയിലും ദേവികുളം മിഡിൽ ഡിവിഷനിലും കാട്ടാനക്കൂട്ടം ഇറങ്ങി. പാലക്കാട് നെല്ലിയാമ്പതിയിൽ ഭീതി വിതയ്ക്കുന്ന ചില്ലിക്കൊമ്പൻ കാട്ടാനെ നിരീക്ഷിക്കാൻ പ്രത്യേക സംഘത്തെ വനംവകുപ്പ് നിയോഗിച്ചു. കണ്ണൂർ അടയ്ക്കാത്തോട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ ഇതുവരെയും പിടികൂടാനായില്ല. കഴിഞ്ഞ 2 ദിവസമായി മാട്ടുപ്പെട്ടി, തെന്മല എന്നിവിടങ്ങളിലാണ് പടയപ്പയുടെ സഞ്ചാരം. വ്യാപകമായി നാശനഷ്ടങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ആനയെ ഉൾവനത്തിലേക്ക് തുരത്താനുള്ള ശ്രമം ഊർജിതമാക്കുമെന്നും ആവശ്യമെങ്കിൽ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി AK ശശീന്ദ്രൻ വ്യക്തമാക്കി. പടയപ്പയുടെ കാര്യത്തിൽ മയക്കുവെടി വെക്കണോ എന്നുള്ള കാര്യത്തിൽ തീരുമാനം ഉൾക്കാട്ടിലേക്ക് അല്ലാത്ത മാർഗങ്ങൾ ഉപയോഗിച്ച് അയക്കാൻ കഴിയുമെന്നാണ് ആദ്യം നോക്കുക. ആ ശ്രമം പരാജയപ്പെട്ടാലാണ് മയക്കുവെടി വെച്ച് പിടിക്കണം എന്നുള്ള ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് അവിടത്തേക്ക് നമുക്ക് പോകാൻ വേണ്ടി അതാണ് നടപടിക്രമം. അങ്ങനെയാണ്. ദേവികുളം മിഡിൽ ഡിവിഷനിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം കടകൾ തകർത്തു. പാലക്കാട് നെല്ലിയാമ്പതിയിൽ ഭീതി വിതയ്ക്കുന്ന ചില്ലിക്കൊമ്പൻ കാട്ടാനയെ നിരീക്ഷിക്കാൻ പ്രത്യേക സംഘത്തെ വനംവകുപ്പ് നിയോഗിച്ചു. ഒരാഴ്ചയായി കണ്ണൂർ അടയ്ക്കാത്തോട് മേഖലയിൽ ഭീതി വിതയ്ക്കുന്ന കടുവയെ ഇതുവരെ പിടികൂടാനായില്ല. നേരെ സന്ധ്യ ഇനി ഞങ്ങൾ എന്നാ ചെയ്യേണ്ടിയെന്ന് ചോദിച്ചു. ഞങ്ങളുടെ വഴിക്ക് പോകാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഇവിടെ പെണ്ണുങ്ങളും പിള്ളേരും ഒക്കെ ആയിട്ട് താമസിക്കുന്ന നാട്ടുകാരെന്ത് ചെയ്യണം? പ്രദേശത്ത് നിരോധനാജ്ഞ തുടരുകയാണ്. കോഴിക്കോട് കക്കിയം സ്വദേശി എബ്രഹാമിനെ കൊലപ്പെടുത്തിയ കാട്ടുപോത്തിനെ ഇതുവരെ പിടികൂടാത്തതിനെതിരെ ജനകീയ പ്രതിഷേധവും ബഹുജന മാർച്ചും സംഘടിപ്പിച്ചു. 24 ഇടുക്കി. പ്രൈം ടൈം ന്യൂസിലേക്ക് തിരികെ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് പ്രതിസന്ധിക്ക് പരിഹാരം. മരുന്നുകൾ എത്തിക്കാൻ ഉടൻ നടപടി ആരംഭിക്കാനാണ് ചർച്ചയിൽ ധാരണയായത്. വിതരണക്കാർക്കുള്ള കുടിശ്ശികയും ഉടൻ വിതരണം ചെയ്യും. കുടിശ്ശിക തന്നു തീർക്കാതെ മെഡിക്കൽ കോളേജിലേക്കുള്ള മരുന്ന് വിതരണം പുനരാരംഭിക്കില്ല എന്നായിരുന്നു വിതരണക്കാരുടെ നിലപാട്. മരുന്നുക്ഷാമം രൂക്ഷമായതോടെയാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് വിതരണക്കാരുടെ യോഗം വിളിച്ചത്. ചർച്ചയ്ക്കൊടുവിൽ മരുന്ന് വിതരണം പുനരാരംഭിക്കാൻ തീരുമാനം. ആരോഗ്യമന്ത്രിയും പ്രിൻസിപ്പൽ സെക്രട്ടറി എല്ലാവരുമായിട്ടും DME എല്ലാവരുമായിട്ടുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ
ഇതിൻ്റെ അസോസിയേഷൻ ആൾക്കാരുമായിട്ടെല്ലാം സംസാരിച്ചു. അവർ മരുന്ന് വിതരണം ഇന്നു മുതൽ പുനരാരംഭിക്കാനായിട്ട് തീരുമാനമെടുത്തു. കഴിഞ്ഞ വർഷത്തെ മുഴുവൻ കുടിശ്ശികയും ഈ മാസം 31-നകം നൽകുമെന്ന് ഉറപ്പ് ലഭിച്ചതായി വിതരണക്കാർ. മുൻപോട്ടുള്ള മരുന്ന് വിതരണത്തിന് തടസ്സം നേരിടുകയാണെങ്കിൽ സൂപ്രണ്ടുമായി സംസാരിച്ച് പ്രശ്നപരിഹാരം ഉണ്ടാക്കാനും തീരുമാനിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മരുന്ന് വിതരണം പുനരാരംഭിക്കാൻ തീരുമാനിച്ചു. മരുന്നുക്ഷാമം രൂക്ഷമായത് മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികളെ വലച്ചിരുന്നു. മരുന്ന് വിതരണം പുനരാരംഭിക്കുന്നതോടെ രോഗികൾക്ക് ലഭിക്കുന്ന ആശ്വാസം ചെറുതല്ല. 24 കോഴിക്കോട്. കവി പ്രഭാവർമ്മയ്ക്ക് സരസ്വതി സമ്മാൻ. രൗദ്രസാത്വികം എന്ന കൃതിക്കാണ് പുരസ്കാരം. 12 വർഷത്തിന് ശേഷമാണ് മലയാളത്തിന് സരസ്വതി സമ്മാൻ ലഭിക്കുന്നത്. മലയാളത്തിന്റെ അഭിമാന നിമിഷമെന്ന് പ്രഭാവർമ്മ പ്രതികരിച്ചു. കവി, ഗാനരചയിതാവ്, മാധ്യമപ്രവർത്തകൻ എന്നീ നിലകളിൽ മലയാളിക്ക് സുപരിചിതനാണ് പ്രഭാവർമ്മ. രൗദ്രസാത്വികം ഉൾപ്പെടെ 12 കാവ്യസമാഹാരങ്ങൾ, ശ്യാമമാധവം, കനൽ ചിലമ്പ് തുടങ്ങിയ കൃതികൾക്ക് പുറമെ ആഫ്റ്റർ ദ ആഫ്റ്റർമാത്ത് എന്ന ഇംഗ്ലീഷ് നോവലും 7 ഗദ്യ സാഹിത്യകൃതികളും സമകാലിക വിഷയങ്ങളെക്കുറിച്ചുള്ള എഴുത്തുകളും വേറെ. യാത്രാവിവരണവും മാധ്യമ സാംസ്കാരിക പഠനങ്ങളും രചിച്ചു. ഇംഗ്ലീഷിലേക്കും ഇതര ഭാഷകളിലേക്കും കൃതികൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ, വയലാർ അവാർഡ്, പത്മപ്രഭ പുരസ്കാരം, ആശാൻ ഉള്ളൂർ വള്ളത്തോൾ പുരസ്കാരങ്ങൾ എന്നിവ ലഭിച്ചു. ചലച്ചിത്ര ഗാനരചനയ്ക്ക് രജതകമൽ ദേശീയ പുരസ്കാരവും 3 സംസ്ഥാന അവാർഡുകളും സ്വന്തമാക്കി. നാടക ഗാനരചനയ്ക്ക് 2 സംസ്ഥാന പുരസ്കാരം നേടി. മാധ്യമപ്രവർത്തന രംഗത്തും നിരവധി അംഗീകാരങ്ങൾ. ദശാബ്ദത്തിലെ മികച്ച സാഹിത്യകൃതിക്കുള്ള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അവാർഡ് ശ്യാമമാധവത്തിന് ലഭിച്ചു. സാഹിത്യരംഗത്ത് ഇന്ത്യയിൽ നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരങ്ങളിലൊന്നാണ് സരസ്വതി സമ്മാൻ. 15 ലക്ഷം രൂപയും ഫലകവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. അഭിമാന നിമിഷമെന്ന് പ്രഭാവർമ്മ. ഇത് നമ്മുടെ ഭാഷയ്ക്ക് കൈവരുന്ന, നമ്മുടെ സാഹിത്യത്തിന് കൈവരുന്ന വലിയ ഒരു അംഗീകാരമാണ്. ഇതിനു മുൻപ് ബാലാമണിയമ്മ, അയ്യപ്പ പണിക്കർ, സുഗതകുമാരി എന്നിവർക്കാണ് മലയാളത്തിൽ സരസ്വതി സമ്മാൻ ലഭിച്ചിട്ടുള്ളത്. നിലവിൽ മുഖ്യമന്ത്രിയുടെ മീഡിയ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയാണ് പ്രഭാവർമ്മ. റിസർച്ച് ഡെസ്ക് 24. ഡ്യുവൽ പർപ്പസ് എയർ കണ്ടീഷനുമായി ചിൽട്ടൺ. ഒരേ സമയം ചൂടിനെ പ്രതിരോധിക്കാനും ചൂടുവെള്ളം ലഭിക്കാനും ചിൽട്ടൺ DP-AC ഉപയോഗിക്കാം. AC ഉപയോഗിക്കുമ്പോൾ ഔട്ട്ഡോർ യൂണിറ്റ് പുറന്തള്ളുന്ന ചൂട് ഉപയോഗിച്ചാണ് വെള്ളം ചൂടാക്കുന്നത്. മണിക്കൂറിൽ 1.4 യൂണിറ്റ് വൈദ്യുതി ലാഭിക്കാൻ കഴിയും. മുഴുവൻ യൂണിറ്റിന് 1 വർഷവും കംപ്രസറിന് 5 വർഷവും വാറന്റിയുണ്ട്. കൂളിങ്ങിനൊപ്പം ചൂടുവെള്ളവും കൂടി കിട്ടുന്നു. അതാണ് ഡ്യുവൽ പർപ്പസ് എന്ന് മീൻ ചെയ്യുന്നത്. The only patented DP-AC in the world. വേൾഡിലെ ഫസ്റ്റ് എയർ കണ്ടീഷണറാണ് ഇങ്ങനത്തെ ഇറങ്ങുന്നത്. അത് പാറ്റന്റ് കിട്ടിയിട്ടുള്ളതാണ്. കൂടാതെ TUV സർട്ടിഫിക്കറ്റ്, ജർമ്മൻ അക്രഡിറ്റേഷൻ കമ്പനിയായ TUV കമ്പനി അത് ഗ്രീൻ പ്രോഡക്റ്റ് എന്നുള്ള ഇതും കൂടി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒരു എയർ കണ്ടീഷണർ ഗ്രീൻ പ്രോഡക്റ്റ് എന്നുള്ള സർട്ടിഫിക്കേഷൻ കിട്ടുന്നത്. നാളത്തെ നോമ്പുതുറ സമയം. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. മോൺസൺ മാവുങ്കൽ ഉൾപ്പെട്ട തട്ടിപ്പ് കേസിൽ പോർമുഖം തുറന്ന അന്വേഷണ ഉദ്യോഗസ്ഥനും പരാതിക്കാരും. ഉന്നതരെ രക്ഷിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ വയ്യ റസ്തം ഇടപെട്ടെന്ന് പരാതിക്കാരനായ ഷമീർ. അഭിമന്യു വധക്കേസിൽ കോടതിയിൽ നിന്ന് കാണാതായ രേഖകളുടെ പകർപ്പ് പ്രോസിക്യൂഷൻ ഹാജരാക്കി. 11 രേഖകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ കൈമാറി. കാസർഗോഡ് പെരിയിൽ ബസ് നിയന്ത്രണം വിട്ട് തലകീഴായി മറിഞ്ഞ് ഡ്രൈവർക്ക് ദാരുണാന്ത്യം. മധൂർ സ്വദേശി ചേതൻ കുമാറാണ് മരിച്ചത്. തിരുവനന്തപുരം വെള്ളറടയിൽ വാഹനാപകടം. ബൈക്കുകൾ കൂട്ടിയിടിച്ച് 4 പേർക്ക് പരുക്ക്. ആലുവയിൽ നിന്ന് യുവാക്കളെ തട്ടിക്കൊണ്ടുപോയ കേസിൽ 2 പേർ അറസ്റ്റിൽ. വാഹനം വാടകയ്ക്കെടുത്ത് നൽകിയ തിരുവനന്തപുരം സ്വദേശി മുഹമ്മദ് റിയാസും അൻവറും അറസ്റ്റിലായി. ഫ്രണ്ട് ന്യൂസ് പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.